പിന്നെ ഏത് തെണ്ടികളാണ് വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ? ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ്. എന്ത് പ്രാന്താണ് പരീക്ക് പറയണ? ചോദിക്കാതെയാണ കുടുംബത്തിരിക്കണ വണ്ടി എടുത്തുകൊണ്ട് പോണ? അല്ലടാ, ഒരു അബദ്ധം പറ്റിന്ന് ഞങ്ങള് പറഞ്ഞല്ലോ. പോയി എന്ത് പെട്ടുപോയി? കളി തമാശ കളയട്ടാ. മനുഷ്യൻ എത്ര നേരം എന്നറിയാമോ ഇത് അന്വേഷിച്ച് നടക്കണത്? വണ്ടി പോയിന്ന് പറഞ്ഞിട്ട് കേക്കണ്ടൊന്ന് മെല്ലെ പറയും. ഓള് കേട്ടെ എനിക്കാ നാണക്കേട്. എന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കണമാര് കുടുംബത്തിന് വണ്ടി കെട്ടുകൊണ്ട് പോയിന്ന് പറയാൻ. അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞില്ലേ? എന്താ അബദ്ധമാണ് വാസൂട്ടി? ഇത് എന്താ അബദ്ധം? അല്ല അങ്ങനെയല്ലടാ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങക്ക് ഇപ്പോ ഏപ്രിൽ ഫൂൾ ആണല്ലോ. അപ്പൊ ഏപ്രിൽ ഫൂൾ ആയ കാരണം ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി അന്നൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ച അത്ര ചെയ്തിട്ടുള്ളൂ എന്റെ ജോസുട്ടിയെ. എന്നാ പറ്റിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ എന്റെ വണ്ടി ഇങ്ങടുത്താ. അല്ല, അതില് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വിറ്റൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയി അവിടേക്ക്, എന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് വെച്ചു. ഇപ്പൊ നമ്മൾ ചെന്ന് നോക്കുമ്പോ വണ്ടി അവിടെ കാണാനില്ല. വെറുതെ കളിക്കല്ലേ കേട്ടോ വാസൂട്ടി, കളിക്കല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അഡ്വാൻസ് മേടിച്ച വണ്ടിയാണ്. നിങ്ങൾ വണ്ടി കാണാനില്ല പോയി എന്നൊക്കെ പറയണത് ഞാൻ ഏപ്രിൽ ഫൂളായിട്ട് സഹിച്ചു. കാണാനില്ല എന്ന് പറയരുത്. ആ വർത്താനം നിങ്ങൾ ഇവിടെ നിന്ന് പറയണ്ട, നിങ്ങൾ പോയിക്കോ. പക്ഷെ എനിക്കറിയാം പോലീസിൽ പരാതി കൊടുത്തിട്ടേ എന്താ ചെയ്യണ്ടേന്ന്, ആരെ എടുത്തേന്ന് എടുപ്പിച്ചവനൊക്കെ എനിക്കറിയാം. പോയിക്കോ. അങ്ങനെ വർത്താനം അന്യ ആൾക്കാരുടെ അടുത്ത് വർത്താനം പറഞ്ഞ പിന്നെ നിങ്ങൾ എന്താ എന്നോട് ചെയ്തത്? അന്യ ആൾക്കാരോട് ചെയ്തതല്ലേ ചെയ്തത്? എന്താ പറഞ്ഞ മനസ്സിലാവാത്ത വാസുട്ടിയെ? എത്ര മണിക്കൂറായി ഞാൻ കണ്ണീ കണ്ടോടത്തൊക്കെ അന്വേഷിച്ച് നടക്കണം അറിയാമോ? നിങ്ങൾക്ക് കളി തമാശ. എടാ, അപ്പൊ ആ വണ്ടി പോയി നിനക്ക് വേറൊരു വണ്ടി വാങ്ങിച്ചാ പോലെ. എന്താണ് എനിക്ക് പുതിയ വണ്ടി വേണ്ടല്ല? വേണ്ട വർത്താനൊക്കെ നിർത്തിയേ. സംഗതി ശരിയാണ്. നമ്മള് ബന്ധം വെച്ചിട്ട് ഒരു തമാശ കളിക്കാൻ നോക്കി, അത് നടന്നില്ല, പോട്ടെ പോയി. അപ്പൊ എന്റെ വണ്ടി ഞങ്ങളുടെ നിന്ന് മിസ്സായി, അത്രയല്ലോ. എനിക്ക് പുതിയ വണ്ടി അങ്ങോട്ട് വെച്ചോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ഒരു വളണ്ട്. വളയൊക്കെ കയ്യിലിരിക്കട്ടെ. ആദ്യം വളയത്തിൽ വീണ ആളുമല്ല ജോസൂട്ടി. പറയണേനൊക്കെ എടാ അതല്ലേ പറയണേന്ന്. ഇന്ത്യയിൽ ഇതാ ഒരു സ്വർണത്തിന്റെ വളയുണ്ട്. എന്തിനാണ് വണ്ടിക്ക് വീല് വെക്കാനാ? എന്താ ഈ വെറുതെ തട്ടുത്തരം ഓരോന്ന് പറയണേ? വണ്ടി പോയോടത്ത് വള കാണിച്ചിട്ട് എന്താ കാര്യം? അതെ, ഈ സാധനം കൊണ്ടുപോയിട്ട് പണയം വെക്കുക. അപ്പൊ അതിനൊരു പൈസ കിട്ടല്ലോ. ആ പൈസ കൊണ്ട് ബൈക്ക് വാങ്ങിക്കുക. പുതിയത് വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. എത്രയാണ് അടവ് വരുന്നത് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടെ അടച്ചോളാം ബാക്കി. അതിന് എനിക്ക് എന്തിനാ പുതിയ ബൈക്ക്? എനിക്ക് ഇവിടെ ഇരുന്നാച്ച പഴയ ബൈക്ക് മതിയെന്ന്. നിങ്ങൾ എന്തിനാ എനിക്ക് വണ്ടി മേടിച്ചു തന്നത്? ആ വണ്ടി പോയില്ലേ? അങ്ങനെ പോയിന്ന് പറഞ്ഞാൽ കുടുംബത്തിരിക്കണ ഒരു സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പോയിന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണോ? എടാ, അത് ഞങ്ങള് പറഞ്ഞല്ലോ, ഏപ്രിൽ ഫൂൾ ആക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തമാശ കളിച്ചാണ്. ആ തമാശ കളിക്കണതിന് ഒരു സമയവും പരിധിയുണ്ട് പരീക്ക. എന്നിട്ട് നിങ്ങൾ അന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞില്ലല്ലോ ഒന്നും എന്നോട്. എടാ പൊട്ടാ, പുതിയ വണ്ടി കിട്ടിയ നിനക്ക് അത് പോരെ? എനിക്കെന്തിനാന്ന് പുതിയ ബൈക്ക്? എനിക്ക് എന്റെ പഴയ ബൈക്ക് മതി. നിങ്ങളെ എന്നെ സഹായിക്കണ്ട, ഞാൻ പരാതി കൊടുത്തുള്ള പൊയ്ക്കോന്ന്. ഇവരെ എന്തൊരു വാങ്ങാത്തോരെയാണ് പറഞ്ഞാൽ മനസ്സിലാവാതെ. പുതിയ ബൈക്ക് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് പറയണ ജോൻ തരികറ കളിക്കണാടാ. ഓനിക്കിപ്പോ മനസ്സിലാവേണ്ടതല്ല. അതെ, ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ നമ്മുടെ ആവശ്യമാണ്. നമ്മള് അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ കിടന്നു ഉറക്കാൻ സ്വസ്ഥ ഉണ്ടാവില്ല. ജോസുട്ടിയെ, എന്തൊരു കഷ്ടം പറഞ്ഞ മനസ്സിലാ. ജോസുട്ടിയെ, അതെ, എന്തേ വളരും തൊളലും കൊള്ളത്ത രീതിയിലുള്ള വർത്തമാനം പറയാൻ നിൽക്കണത്? ജോസുട്ടിയെ, ഇലക്കും മുള്ളിനൊരു കേടുകൂടാണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്നെ പഴഞ്ചൊല്ലി ഓടിപ്പിക്കാൻ നടക്കണ. നിങ്ങളോട് കാര്യം പറഞ്ഞാലേ പണ്ടത്തെ ചങ്കരൻ തെങ്ങേ തന്നെയാണ്. ആ സ്വഭാവമാണ് നിങ്ങളുടെ. എന്റെ പുറകെ നടക്കണ്ട. എനിക്ക് വണ്ടി കിട്ടിയാലേ ഞാൻ സമ്മതിക്കുള്ളൂ. ഇതിലൊരു സൗഹൃദം ഇല്ലാട്ടോ വാസൂട്ടി. ആ വളം കാണിക്ക്. ഇതേ കാര്യങ്ങൾ വെക്കതായിട്ട് പറഞ്ഞിട്ട് റസിയാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ട് ഓൾഡേ ഊരി വാങ്ങിയിട്ടുള്ള വളയാണ്. അവരോടും പറഞ്ഞാ? ഞാൻ അവള് വള പോയിന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കട്ടെ? അതൊന്നും വരൂല. എന്റെ അത്ര പ്രശ്നം പോളില്ല. അതെ, നിങ്ങൾ ആ വള കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾ പോയിക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മേടിച്ചോളാന്ന്. പ്രശ്നങ്ങൾ ഉണ്ടാക്കല. അവന്റെ ഇപ്പോഴത്തെ വിഷമത്തിലാണ് പറഞ്ഞത്. ധാരാഹാലാക്ക് ഇവിടെ കൊണ്ടെന്ന് വെച്ചേ. ഇതിപ്പോ എന്നോട് ഞങ്ങള് പാസുട്ടിയെ, ഇതല്ലേ വണ്ടി? ഇതല്ലേ നമ്മുടെ വണ്ടി? നമ്മുടെ വണ്ടിയല്ല, എന്റെ വണ്ടി. അല്ല, അതെ, എന്റെ വണ്ടി ഞങ്ങൾ എടുത്തോണ്ടാ ഞങ്ങളുടെ വണ്ടി. എന്റെ വണ്ടി ഇവിടുന്ന് പോയ ഇവിടെ വരുത്താൻ എനിക്കറിയാം. അത് വന്ന് ആളെ കളിയാക്കാട്ട് പറയടാ. എന്താ ചെയ്ത്? നിങ്ങൾ എന്താണ് പറഞ്ഞത്? എന്നെ പറ്റിക്കാനാണെന്നാ, ടെൻഷൻ അടിപ്പിക്കാനാണെന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട്? വന്ന കഥയൊക്കെ ഉണ്ട്. പറയാ. എന്തുണ്ടായി? അതെ,
എന്തേതൊരു എന്താടാ மன்னிக்கணும் ஜோசுட்டி நான் ஒரு தப்பு பண்ணிட்டேன். എന്തിനി നീ കള്ളു കുടിച്ചിട്ടുണ്ടാ? இல்ல கல்லு குடிக்க மாட்டிட்டான்னு நான் அவர் പറഞ്ഞ மாதிரி உங்ககிட்ட ஒரு தப்பு பண்ணிட்டேன். എന്താ നീ കാര്യം പറ, രാത്രി എണീപ്പിച്ചിട്ട് വെറുതെ அது வந்து நான் காரியம் പറയാ நான் காரியம் പറയணுங்க எனக்கு ஒரு புல்லு வேணும். ചെല്ലിയല്ലി പോയേ ഓ ചെല്ലി. அதல்ல പിന്നെ நாளைக்கு ஏப்ரல் 1ஆம் தேதி தானே ആ எல்லாரும் ஏமாத்தின நாள். உன்னை ஏமாத்த வேண்டிட்டு உன் ஃப்ரெண்டு பரியுங்குட்டியும் என் அழியனு சேர்ந்து ஒரு வேலை ஒப்பிச்சிருக்கு. അത് ശരി, എന്നെ പറ്റിക്കാൻ? ஆமா. എന്തു വേല? அது சொல்லணும்னா நான் நேரத்தை சொன்ன மாதிரி எனக்கு ஒரு புல்லு வாங்கி தரணும். ദൂരെ നിനക്ക് ജോസൂട്ടിനെ അറിയാല്ല, ഞാൻ ഫുള്ള് മേടിച്ച് തരാന്ന് പറഞ്ഞാൽ തരും. നീ ആ കാര്യം പറ. இல்ல முதல்ல புல்லு வேணும். அவர் இந்த மாதிரி வாங்கி தரான்னு சொல்லி தான் என்கிட்ட வேலை செய்ச்சு முடிஞ்சதுமே எனக்கு சாண மாதிரி தராம ஏமாத்திட்டு அந்த மாதிரி நீ ஏமாத்திடுவ. വിശ്വാസം ഇല്ലെങ്കിൽ പൊയ്ക്കോ നീ. அல்ல എടാ നീ എന്നോട് കാര്യം പറ, നിനക്ക് 2 ഫുള്ള് ഞാൻ മേടിച്ചു തരും. அப்படின்னா உன்னை ஏமாத்த வேண்டிட்டு அவர் என்ன செய்திச்சுன்னு நான் சொல்றேன். പറ. அதுக்கப்புறம் நம்ம 2 பேரும் சேர்ந்து அவரை ஏமாத்தலாம். ആ ஓகேயா? ആ നീ പറ, മേടിച്ചു തരാം. அவர் என்ன என்கிட்ட சொல்லி தெரியுமா? ഓ എന്നാലും ഇത് ഇത്തിരി കൂടി പോയിട്ടാ. പരീക, നിങ്ങൾ അണ്ടർവെയർ മാത്രം തയ്ക്കണ ആളല്ലേ? ഇനിയെങ്കിലും അണ്ടർവെയർ തയ്ക്കുമ്പേ അവനവന് പാകം അണ്ടർവെയർ തയ്ച്ചിടാൻ നോക്കും, അല്ല ഊരി കണ്ണങ്കാലയിൽ വീഴും. വളരെ കറക്റ്റാണ്. പായന്റെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പാഹയെന്നല്ല വിളിക്കണ്ടേ. അതെ